നമുക്ക് ഈ മഴ തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. കാരണം എല്ലായിടത്തും അലേർട്ടുകളുണ്ട്, ഒപ്പം തന്നെ മഴക്കെടുതികളാണെന്നേ പ്രശ്നം. ഈ വടക്കൻ ജില്ലകളിൽ ഇപ്പോൾ കോഴിക്കോടും കണ്ണൂരും വയനാടും ഇടുക്കിയിലും അതുപോലെ തൃശ്ശൂരും ഒക്കെ, ഇവിടെ കൊച്ചിയിലൊക്കെ ഭയങ്കരമായിട്ട് ഈ മരങ്ങൾ കടപുഴകി വീണും ഈ വൈദ്യുത കമ്പികൾ പൊട്ടിയും ഒക്കെ വലിയ അപകടങ്ങളാണ്. മാത്രമല്ല ഇന്നലെ സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 3 മരണങ്ങൾ സംഭവിച്ചു. അപ്പോൾ കുറച്ച് ഗുരുതരമായൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ മഴയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളിൽ നിന്നും തുടങ്ങാം. സംസ്ഥാനത്ത് അതിതീവ്ര മഴയിലും ശക്തമായ കാറ്റിലും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് വിലങ്ങാട് ഉരുട്ടി ഭാഗത്ത് വലിയ ചുഴലിക്കാറ്റ് അനുഭവപ്പെട്ടു. പാറക്കടവ്, വാണിമേൽ, മൊകേരി, നാദാപുരം ഭാഗങ്ങളിലൊക്കെ ഇന്ന് പുലർച്ചെയും ശക്തമായ കാറ്റ് വീശി. പ്രദേശത്തെ നിരവധി മരങ്ങൾ കടപുഴകി വീണു. മാത്രമല്ല വീടുകൾക്കും നാശനഷ്ടങ്ങളുണ്ട്. കണ്ണൂർ മാക്കൂട്ടൻ ചുരത്തിൽ മരം വീണ് അവിടെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ഇനി ആറളം പുനരധിവാസ മേഖലയിൽ 11, 13 ബ്ലോക്കുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കേരളത്തിലെ ഇന്നത്തെ പൊതു കാലാവസ്ഥ എങ്ങനെയാണെന്ന് ഹാൻസിനോടും ഒപ്പം കോഴിക്കോട്ടെയും കണ്ണൂരിനെയൊക്കെ സാഹചര്യം എങ്ങനെയാണെന്ന് ദിലിഷ തിലകനോട് ചോദിക്കാം. ആദ്യം ഞാൻ ഹാൻസിലേക്ക് പോവുകയാണ്. ഹാൻസെ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും അലേർട്ടുകളുണ്ട്. റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടുമായിട്ടും ഒക്കെ ഉണ്ട്. തിരുവനന്തപുരത്ത് എങ്ങനെയാണ്? ഇപ്പോൾ ഹാൻസിൻ്റെ ഫ്രെയിം കാണുമ്പോൾ മഴയുണ്ടെന്ന് മനസ്സിലാകുന്നു. ഒപ്പം ആശങ്കപ്പെടേണ്ട സാഹചര്യം, എല്ലായിടത്തും മഴക്കെടുതികളുണ്ട് ഹാൻസി. അപ്പോൾ ആശങ്കപ്പെടേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? ദുരന്ത നിവാരണ അതോറിറ്റിയും റവന്യൂ വകുപ്പൊക്കെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ എങ്ങനെയാണ്? സേതു, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്ത് ഉടനീളം നിലനിൽക്കുന്നത്. കാരണം ഇന്നലെ തന്നെ കനത്ത മഴ സംസ്ഥാനത്ത് പെയ്തു. വിവിധ ജില്ലകളിൽ മഴക്കെടുതികളുണ്ടായി. അതുകൊണ്ട് തന്നെ ശക്തമായ ജാഗ്രതാ നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇന്ന് സംസ്ഥാനത്ത് 9 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മധ്യ വടക്കൻ ജില്ലകളിലാണ് അലേർട്ട് പ്രഖ്യാപനം. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, വയനാട്, കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട്, ഇടുക്കി, എറണാകുളം ഈ 9 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ തെക്കൻ ജില്ലകളായിട്ടുള്ള തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ഈ 5 ജില്ലകളിൽ അലർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. സേതുവിനിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. ശക്തമായ കാറ്റ് തിരുവനന്തപുരം ജില്ലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റിൻ്റെ ഉണ്ടാകുമെന്ന നിർദ്ദേശം മറ്റ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്നാണ് വകുപ്പ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. വരുന്ന 4 ദിവസത്തേക്ക് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അതുകൂടാതെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇടുക്കി, തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലെല്ലാം തന്നെ വിവിധ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്തുള്ളവരും ജലാശയങ്ങൾക്ക് സമീപം താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്നും വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഹാൻസിലേക്ക് മടങ്ങി വരാമേ. കാരണം കോഴിക്കോട്ട് അതിശക്തമായ മഴ നിൽക്കുന്നുണ്ട്. ദിൽഷയുണ്ട് നമുക്കൊപ്പം. ദിൽഷ, കോഴിക്കോട്ടെ മഴ സാഹചര്യം ഇപ്പോൾ ഈ ഫ്രെയിമിൽ തന്നെ അറിയാം. അത്രമേൽ അതിശക്തമായ മഴ. ഒന്ന് സേഫായിട്ട് നിൽക്കൂ ദിൽഷ, എന്നിട്ട് സാഹചര്യങ്ങൾ പറയൂ. ചേർത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ റെഡ് അലേർട്ടിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് ജില്ലയിലുടനീളം. അതിശക്തമായിട്ടുള്ള മഴയും കാറ്റുമാണ്. അതായത് ഇന്നലെയും ഇതുപോലെ തന്നെ, ഇന്നലെ ഓറഞ്ച് അലേർട്ടായിരുന്നു. ഇന്നലെയും സമാനമായ രീതിയിൽ റെഡ് അലേർട്ടിന് സമാനമായിട്ടുള്ളൊരു സാഹചര്യമാണോ ഉള്ളത് ജില്ലയിലുടനീളം. അതിപ്പോൾ മലയോര മേഖലയാണെങ്കിലും നഗരപ്രദേശങ്ങളാണെങ്കിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇന്നലെയും ഇന്നൊക്കെയായിട്ട് കോഴിക്കോട് ജില്ലയിൽ ഉടനീളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ നമുക്ക് പറയാനുള്ളത് കോഴിക്കോട് വിലങ്ങാട് ഉരുട്ടിയിൽ മിന്നൽ ചുഴലി വീശി അടിച്ചു എന്നുള്ളതാണ്. അതായത് നാദാപുരത്ത് 3 വാർഡുകളിലായിട്ട് ഏകദേശം 15ഓളം വീടുകൾക്ക് സാരമായിട്ട് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ നിരവധി വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണിട്ടുണ്ട്. വീടുകൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണിട്ടുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ മാവൂരിലെ വീടുകൾക്ക് വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുകയാണ്. അവിടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലായി കഴിഞ്ഞു. കടൽ പ്രക്ഷുബ്ധമാണ്. വലിയ രീതിയിലുള്ള പ്രക്ഷുബ്ധമാണ്. വലിയ രീതിയിലുള്ള കാറ്റുണ്ട്. കടലിൽ ഇറങ്ങരുത് എന്ന നിർദ്ദേശമുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, കക്കയം ഡാമിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏകദേശം 10 മണിയോടുകൂടി
ഡാമിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇവിടെ പുഴയോരത്തുള്ളവർക്കൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുഴകളിലെ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. പുഴയോരത്ത് താമസിക്കുന്നവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ താമരശ്ശേരി ചുരം 4-ാം വളവിൽ വലിയൊരു മരം ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം. സേതു, കക്കയം ഡാമിൻ്റെ ഷട്ടറുകൾ ഏകദേശം 10 മണിയോടെ തുറക്കുമെന്നാണ് ലഭിക്കുന്ന വിവരമുള്ളത്. ഇവിടെ പുഴയോരത്തുള്ളവർക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, താമരശ്ശേരി ചുരം 4-ാം വളവിൽ വലിയ മരം കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഫയർഫോഴ്സ് പ്രവർത്തകരെത്തി മരം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ചുരം 9-ാം വളവിൽ വലിയ കൂറ്റൻ പാറക്കല്ല് പതിച്ചിട്ട് അവിടെ ഗതാഗത തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പാറക്കല്ല് അവിടെ നിന്ന് മാറ്റുന്നതിനായിട്ടുള്ള നടപടികൾ ഇപ്പോൾ അവിടെ പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെ കാരണം പല വീടുകളും ഒക്കെ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് മഴക്കെടുതിയിൽ ഭാഗികമായി തകർന്ന കാര്യമൊക്കെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഈ ക്യാമ്പുകളൊക്കെ തുറന്നിട്ടുണ്ടോ? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ കട്ടിപ്പാറയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു, അതുപോലെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇവിടെ നിന്ന് 21 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ബന്ധുവീടുകളിലേക്കാണ് മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ ക്യാമ്പുകളൊന്നും തന്നെ തുറന്നിട്ടില്ല. എന്നാൽ ഏത് അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാനുള്ള ഒരു സജ്ജരായി ഇരിക്കണമെന്ന് എല്ലാവർക്കും ജില്ലാ ഭരണകൂടം പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ക്യാമ്പുകളൊന്നും തന്നെ തുറന്നിട്ടില്ല. എന്നാൽ അപകട ഭീഷണി നിലനിൽക്കുന്ന പ്രദേശത്ത് നിന്നുള്ളവരെല്ലാം തന്നെ ബന്ധുവീടുകളിലേക്ക് മറ്റും. അപ്പോൾ കോഴിക്കോട്ടെ നിലവിലെ സാഹചര്യം നല്ല മഴയാണ്. ദിൽഷ സേഫായിട്ട് നിൽക്കോട്ടെ. ഞാൻ അടുത്ത മണിക്കൂർ വീണ്ടും ദിൽഷയിലേക്ക് വരാം. ഹാൻസ് കൂടി തുടരുന്നുണ്ട് നമുക്കിപ്പം. ഹാൻസ്, ഈ മലയോര മേഖലകളിലേക്ക് ഇപ്പോഴും കനത്ത മഴ നിൽപ്പുണ്ട്. ഈ തിരുവനന്തപുരത്തിന്, ഈ നെടുമങ്ങാട് അടക്കമുള്ള ഈ അങ്ങോട്ടുള്ള നെടുമങ്ങാട്, വിതുര തുടങ്ങി ആ ഭാഗങ്ങളിലൊക്കെ സാധാരണ ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഈ മറ്റ് കെടുതികളൊക്കെ വരുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം? എന്തെങ്കിലും തരത്തിലുള്ള ഈ അനിഷ്ട സംഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? സേതു, തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ യെല്ലോ അലേർട്ടായിരുന്നു, ഇന്ന് ഗ്രീൻ അലേർട്ടാണ്. ഇന്നലെയും കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും തന്നെ ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നും ഇതുവരേക്കും നമുക്ക് റിപ്പോർട്ടുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. സേതു പറഞ്ഞതുപോലെ തന്നെയാണ്, വളരെ ഫ്രജൈലായിട്ടുള്ള ഒരു പ്രദേശമാണ് തിരുവനന്തപുരത്തിലെ മലയോര ജില്ലകൾ. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ശക്തമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചെറിയൊരു മഴ പെയ്താൽ തന്നെ മണ്ണിടിച്ചിലും മറ്റ് അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട മഴ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുവരേക്കും ഈ പ്രദേശങ്ങളിൽ നിന്ന് കാര്യമായിട്ടുള്ള രീതിയിലുള്ള മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് മഴ ശക്തമാകാനുള്ള സാധ്യത ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ ശരി, നമുക്ക് കണ്ണൂരത്തെ കൂടി മഴ സാഹചര്യം നോക്കാം. കാരണം കണ്ണൂർ നമുക്കറിയാം, ഇന്നലെ ഒരാളുടെ മരണം പോലും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ് കണ്ണൂർ. അപ്പോൾ കണ്ണൂർ ഇന്ന് രാവിലെ എങ്ങനെയാണ് മഴയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളിലേക്ക് പോയാൽ നിഖിലുണ്ട്. നമുക്ക് നിഖിലെ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് കണ്ണൂരിലെ ഒരു സാഹചര്യം? സേതു, ഗുഡ് മോർണിംഗ്. കണ്ണൂരിൽ അതിശക്തമായ മഴയാണ് രാത്രി പെയ്തത്. മഴയ്ക്കൊപ്പം തന്നെ ഉണ്ടായ കാറ്റിൽ വലിയ വ്യാപകമായ നാശനഷ്ടമാണ് വിവിധ ഇടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും ഇരിട്ടി, ആറളം മേഖലകളിലാണ് ഇത്തരത്തിൽ മരം വീണും ഒപ്പം തന്നെ വെള്ളപ്പൊക്കത്തെ തുടർന്നുമുള്ള വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാക്കൂട്ടം ചുരത്തിൽ മരം വീണ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരുന്നു. ഇരിട്ടിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സേന എത്തിയാണ് ഇപ്പോൾ ഈ മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ഉടിക്കൽ കോക്കാട് പരിക്കളം റോഡിൽ രാത്രി മരം വീണിരുന്നു. അതും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് മുറിച്ച് മാറ്റിയത്. ഇതിനൊപ്പം മറ്റൊരു അപകടം ഉണ്ടായിരിക്കുന്നത് പടിയൂർ പഞ്ചായത്തിലാണ്. പടിയൂർ പഞ്ചായത്തിലെ കുയിലൂരിൽ റോഡരികിൽ നിർത്തിയിട്ട കാറിന് മുകളിലേക്ക് മരം വീഴുകയായിരുന്നു. കുയിലൂർ സ്വദേശി അനൂപിന്റെ കാറ് ഈ മരം വീണ പൂർണ്ണമായും തകർന്ന നിലയിലാണുള്ളത്. ഈ മേഖലയിൽ ഇലക്ട്രിക് ലൈനുകൾക്ക് മുകളിലേക്കും മരം വീണിട്ടുണ്ട്. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ നശിക്കുന്ന ഒരു സാഹചര്യം ആ ഭാഗത്തുണ്ടായിട്ടുണ്ട്. പായം പഞ്ചായത്തിലെ കോളിക്കടവ് മേഖലയിൽ ഇന്നലെ രാത്രി വെള്ളം കയറിയിരുന്നു. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വാഹന ഗതാഗതം തടസ്സപ്പെട്ട അവസ്ഥയുണ്ട്. ആറളം ഫാമിനകത്ത്, ആറളം പുനരധിവാസ മേഖലയിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഈ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. 11, 13 ബ്ലോക്കുകളിൽ നിന്നുള്ള കുടുംബങ്ങളെ ഇന്നലെ രാത്രി തന്നെ മാറ്റി പാർപ്പിച്ചിരുന്നു. മാത്രമല്ല ചിലയിടങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആറളം വനത്തിനകത്ത് ഉരുൾപൊട്ടിയതായുള്ള ഒരു സൂചന ഇന്നലെ
രാത്രി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇങ്ങനെ പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം കളക്ടർ നിരോധിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിനും കണ്ണൂരിലെ മഴ സാഹചര്യം, നിലവിലെ മഴ സാഹചര്യം ഒക്കെയാണ്